ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ 3 പേരും കൂടെ ദായി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന വേറൊന്നുമല്ല. ഞങ്ങൾ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. പോകുന്നത് ഡൽഹിയിലേക്കാണ്. ചേച്ചിയുടെ അടുത്തോട്ട് പോവുകയാണ് ഞങ്ങൾ. ചേച്ചിയും ചേട്ടനും കൊച്ചുങ്ങളും ഒക്കെ ഇപ്പോൾ അവിടെയാണ്. സോ നമ്മളിപ്പോൾ അവരുടെ അടുത്തോട്ടാണ് പോകുന്നത്. 2-3 കാരണങ്ങളുണ്ട് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. എൻ്റെ ലൈഫിലെ ഇത്രയും ഒരു ലോങ് ട്രാവൽ, അതും ട്രെയിനിൽ, ഇത് ആദ്യമായിട്ടാണ്. അതും ചേച്ചിയില്ലാതെ. എവിടെ പോയാലും ഞങ്ങൾ 4 പേരുമായിരുന്നു. പണ്ട് ട്രിപ്പ് പോകാനാണെങ്കിലും ടൂർ പോകാനാണെങ്കിലും ഞങ്ങൾ 4 പേര്. അപ്പം ചേച്ചി ഇല്ലാതെ ഇത്രയും ഒരു ലോങ് ട്രാവൽ ട്രെയിനിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അത് വേറൊരു എക്സ്പീരിയൻസ്, ഞാൻ അച്ഛനും അമ്മയും കൂടെ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ ഇരിക്കുക. 3 ദിവസം നമുക്ക് അങ്ങോട്ട് യാത്രയുണ്ട്. എൻ്റെ ബെഡ് വന്നിട്ട് ഏറ്റവും അപ്പറായിരുന്നു. പിന്നെ കിടക്കാൻ മാത്രം മുകളിലോട്ട് കയറിപ്പോവും. പിന്നെ താഴെ ഇങ്ങനെ സൈറ്റ് സീയിങ് അങ്ങനെയൊക്കെ 3 ദിവസം എങ്ങനെയെങ്കിലും തള്ളി നീക്കണം എന്നുള്ള മൈൻഡോടെ പോവുകയാണ്. അങ്ങനെ ആ സമയങ്ങളെല്ലാം തള്ളി നീക്കി നമ്മൾ നമ്മുടെ സ്റ്റേഷനിലോട്ട് എത്തിയേക്കുവാണ്. നമ്മുടെ സ്റ്റോപ്പിന്റെ പേര് നിസാമുദ്ദീൻ ജംഗ്ഷൻ ആയിരുന്നു. അപ്പം ഞങ്ങൾ ചേട്ടന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ചേട്ടൻ ഞങ്ങളെ വിളിക്കാനായിട്ട് ഇപ്പം എത്തും. അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഇതാ ചേട്ടൻ വിളിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ക്യാബ് ബുക്ക് ചെയ്യുവാണ്. ചേട്ടൻ ഓഫീസിൽ നിന്ന് നേരെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വരുമായിരുന്നു. We have reached our destination. മെട്രോ സിറ്റി ആയതുകൊണ്ടാവാം നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തു. 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ക്യാബ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഒരു 45 to 1 hour ട്രാവൽ ഡിസ്റ്റൻസ് നമുക്ക് നമ്മുടെ സ്റ്റേയിലോട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മളീ പോകുന്നതൊക്കെ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ കൂടെയാണ്. അതൊക്കെ ചേട്ടൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചേട്ടനും ചേച്ചിയൊന്നും ഇപ്പോൾ ആർമി ക്വാർട്ടേഴ്സിലല്ല സ്റ്റേ ചെയ്യുന്നത്. ഓൾറെഡി ലിസ്റ്റിൽ പേരുണ്ട്, വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതുവരെ അവരിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് അടുത്തൊരു ഫ്ലാറ്റിലാണ്. ഞങ്ങൾ എത്തിയെന്ന് അറിഞ്ഞ ഉടനെ അമ്പൂറ്റി അന്നേരം ഓടിഞ്ഞ് താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റിംഗ് ആണ് നമ്മൾ എല്ലാവരെയും കാണാനായിട്ട്. മെയിനായിട്ട് ഞങ്ങൾക്ക് കാണേണ്ട ഒരാളുണ്ട്. അപ്പോൾ ആളെ കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പം ദാണ്ടെ വന്ന ഉടനെ കഥയൊക്കെ തുറന്നു. അപ്പോൾ ആ ബാക്കിൽ നിൽക്കുന്ന ആളാണ് നമ്മൾ കാണാനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തി. അപ്പം ഇത് ചേച്ചിയുടെ ഇളയ ആളാണ് പാപ്പു. പാപ്പുവിനെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മെയിനായിട്ട് അച്ചാറൊക്കെ ചേച്ചി ടേസ്റ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ ആക്കുകയാണ്. കാരണം നാട്ടിൽ നിന്ന് നമ്മൾ മാറി താമസിക്കുമ്പോഴാണല്ലോ നമ്മളെ നാട്ടിലെ ഫുഡിന്റെ വില മനസ്സിലാക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കാണേ. അങ്ങനെ ഞങ്ങൾ വന്നത് പ്രമാണിച്ച് ഇവിടെ എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്ന കേട്ട്. എനിക്കിതുവരെ കിട്ടിയില്ല. എന്തോ ഉണ്ടാക്കിയത്? ബിരിയാണി എന്ന് കേട്ട പാടെ എനിക്ക് എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി എന്നായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഒന്ന് പിടിച്ച് നിൽക്കുമായിരുന്നു. കാരണം 3 ദിവസം എങ്ങനെയെങ്കിലുമാണ് ഞാൻ ആ ട്രെയിനിൽ കടിച്ചു പിടിച്ചിരുന്നത്. കാരണം എനിക്ക് ട്രെയിനിലെ ഫുഡ് പിടിക്കില്ല. എനിക്ക് വേണ്ടിയിട്ട് പിന്നെ ചപ്പാത്തി കൊണ്ടുപോയായിരുന്നു. കാരണം അച്ഛനും അമ്മയ്ക്കൊക്കെ ട്രെയിനിലെ ഫുഡ് ഓക്കെയാണ്, എനിക്ക് തീരെ പറ്റില്ല. അപ്പം 3 ദിവസം ചപ്പാത്തി കഴിച്ചത് കൊണ്ടായിരിക്കാം എന്ത് ടേസ്റ്റ് ആയിട്ടാണ് ഞാൻ ആ ഫുഡ് കഴിച്ചതെന്നറിയും. അപ്പോൾ ഇനിയും നമുക്ക് കിടന്നുറങ്ങണം, നാളെ എണീക്കണം. അപ്പൊ നമ്മള് ഡൽഹിയിൽ വന്നിട്ടുള്ള 2ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ ഞങ്ങള് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഡാബ്രി മോർ ആണ്. ഇവിടെ തൊട്ട് താഴെയായിട്ട് കുറച്ച് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാനായിട്ട് പോവുക. അപ്പൊ ഓൾമോസ്റ്റ് രാവിലെ 10 മണി ആവാറായിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. സൺസ്ക്രീനൊക്കെ വാരി അപ്പിയാണ് ഇറങ്ങുന്നത്. എന്താവും അറിയാൻ വയ്യ. അപ്പം ഇൻട്രസ്റ്റിംഗ് ഫുട്ടേജസ് ഒക്കെ വരുന്നതൊക്കെ നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം. ബൈ. അപ്പം ഞങ്ങൾ നേരെ പോയത് അടുത്തുള്ളൊരു മാർക്കറ്റിലായിരുന്നു. അതും വെജിറ്റബിൾസിൻ്റെ മാർക്കറ്റിൽ. അവിടെ എല്ലാം നല്ല ഫ്രഷ് വെജിറ്റബിൾസ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ പച്ചക്കറികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേര് പോലും അറിയില്ല എന്താണെന്നുള്ളത്. വെജിറ്റബിൾസ് ഒക്കെ അവിടെ ചീപ്പ് റേറ്റിന് കിട്ടും. പിന്നുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ ആൾക്കാർ നോക്കുന്നുണ്ട്. ആദ്യം കരുതി ഇത് എന്താണെന്ന്, പിന്നല്ലേ കാര്യം മനസ്സിലായത്. നമുക്കിവിടെ തൊട്ടടുത്തായിരുന്നു നമ്മൾ വെജിറ്റബിൾ പിടിക്കാൻ വന്നത്. അതുകൊണ്ട് അച്ഛൻ കയ്യിൽ കൊടുത്തിട്ടായിരുന്നു വന്നത്. സോ അവിടെ ലുങ്കി ആൾക്കാർ അധികം അങ്ങനെ ഇടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരുന്നു നമ്മളിങ്ങനെ നോക്കിയത്. അങ്ങനെ നമ്മള് മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് ഐസ്ക്രീം മേടിച്ച് ബാക്കി കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അച്ഛനും ചേച്ചിയും കൊച്ചുങ്ങളും എല്ലാവരും അമ്മയൊക്കെ ആയിട്ടങ്ങ് നേരത്തെ പോയിന്. ഞങ്ങളെ ഒരുമിച്ചുള്ളത്. ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാണ്. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് 41 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്കിവിടെ ഡൽഹിയിലുള്ളത്. എൻ്റെ പൊന്നോ, മുഖമൊക്കെ നീറിയിട്ട് വയ്യ, അത്രയ്ക്ക് ചൂട്. റൂമൊക്കെ കാണിച്ചു കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഇത് വന്നിട്ട്.
നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ഞങ്ങൾ സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചു. കാരണം പുറത്ത് നല്ല ചൂട്, പിന്നെ അകത്ത് നമുക്ക് ഒട്ടും അറിയാൻ പറ്റുന്നില്ല AC ഇരിക്കുന്നതുകൊണ്ട്. പക്ഷെ നല്ല ചൂട്. രാവിലെ നമ്മൾ സ്ട്രീറ്റിൽ പോയ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ വെയിലടിച്ചിട്ട് മുഖം മൊത്തം ഇവിടെ ഒക്കെ നീളുന്ന പോലായിരുന്നു. സൺസ്ക്രീൻ ഇട്ടിട്ട് പോയിട്ട് തന്നെ നല്ല ചൂട്. സോ നമ്മള് ചുമ്മാ ഇങ്ങനെ വെതർ ചെക്ക് ചെയ്തപ്പോ 43, രാവിലെ 41 ഡിഗ്രി ആയിരുന്നു. ഇപ്പൊ ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കാം 43, 44 ഡിഗ്രി ആയിട്ടാണ് ഇപ്പോഴത്തെ ചൂട് നിൽക്കുന്നത് ഇവിടുത്തെ ക്ലൈമറ്റില്. അപ്പൊ അമ്പൂറ്റിക്ക് എന്തോ പറയണോന്ന് പറഞ്ഞു. എന്താ അമ്പൂറ്റി പറയാന്? വൈകിട്ട് ഞങ്ങള് പാർക്കിൽ പോകുന്നുണ്ട്. അപ്പൊ പാർക്കിൽ പോകുന്ന വീഡിയോസ് നമുക്ക് എടുക്കാം അല്ലേ? അപ്പൊ ഇനി രാത്രി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. രാത്രിയിലെ ഫുഡ് എന്ന് പറയുന്നത് പാലക് പനീറും പറാത്തയാണ്. അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, നമ്മൾ അങ്ങനെ ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. നല്ല തിരക്കുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ട്രാഫിക് കാണും. അപ്പൊ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോവാനായിട്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് അങ്ങോട്ട് കാണിച്ചു തരാം ഞാൻ. നമുക്ക് അവിടെ റോഡ് ക്രോസ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്, അതുവഴി ക്രോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അണ്ടർ പാസേജ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് മുകളിലോട്ട് നടക്കുവാണ്. അവിടുത്തെ ഒരു 5 മണി സമയത്താണ് നമ്മൾ അവിടെ എത്തിയത്. നല്ല ചൂട് സമയവും ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചൂടടിച്ചിട്ടും ഒരു തുള്ളി പോലും നമ്മൾ ആരും വിയർത്തിട്ടില്ല. കാരണം അവിടുത്തെ ക്ലൈമറ്റിന്, അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിയർക്കലോ അങ്ങനെയൊന്നുമില്ല. പകരം നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് നീറുക, ഡ്രൈനെസ് ആവുക, ഒരു വല്ലാത്ത ക്ലൈമറ്റാണ്. നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല എന്നേ. അവിടെ ഉള്ളവർക്ക് ഇതൊക്കെ ഓക്കെ ആയിരിക്കും. മേ ബി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ ഗൂഗിളിലൊക്കെ നോക്കി ഇവിടുത്തെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ട് കാര്യമായിട്ട് പറയുകയാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്ന് പറയുന്ന അങ്ങേയറ്റം. അത് പിന്നെ വല്ല കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെങ്ങാനും എഗെയിൻസ്റ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എടുത്തത് വെറുതെ ആയി പോകുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് മ്യൂട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നമ്മളവിടുത്തെ അങ്ങനെ എന്തായാലും ഇന്ത്യ ഗേറ്റ് നല്ല രീതിയിൽ കണ്ട് കുറേ ഫോട്ടോ എടുത്ത് നമ്മൾ നേരെ തിരിച്ചു. കാരണം നമ്മൾ ഈ പോയ ദിവസം സാറ്റർഡേ ആയിരുന്നു. അപ്പം അന്ന് തന്നെ നമ്മുടെ സ്റ്റേയുടെ അവിടെ അടുത്തായിട്ട് ഒരു സാറ്റർഡേ മാർക്കറ്റ് ഉണ്ട്. അപ്പം അത് ഒരു ഓൾമോസ്റ്റ് 7 മണിക്ക് അത് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ നമുക്ക് തിരിച്ചെത്തണം. കാരണം അവിടെ പോയി കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അതും അവിടുത്തെ റിക്ഷയിലാണ് കേട്ടോ. നമ്മളിവിടെ പറയുന്നത് ഓട്ടോറിക്ഷ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അവിടെ ഓട്ടോ വേറെ റിക്ഷ വേറെ, രണ്ട് ടൈപ്പാണ്. അപ്പം അതൊന്ന് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ നമ്മൾ ദാണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്, ചീപ്പ് റേറ്റിനൊക്കെ കിട്ടും, നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നൊന്നും കേട്ടില്ല. ഡൽഹി എന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡിൽ ഓടി വരുന്ന സരോജിനി മാർക്കറ്റാണ്. സോ നമ്മൾ അവിടെ പോകാൻ പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുന്ന് അധികം ഒന്നും മേടിച്ചില്ല. നമ്മൾ അവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നേരെ ഇങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോകുക ചെയ്തത്. ഗൈസ്, അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹുമയൂൺ ടോംബാണ്. ഇപ്പം ഹുമയൂൺ ടോംബിൻ്റെ എൻട്രിയിലോട്ടാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 5 മണി സമയം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിനി നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുക. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. നേരെ നമ്മൾ ദാണ്ട് ടിക്കറ്റൊക്കെ എടുക്കുവാണ്. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ അവിടെ പൂക്കൾ ഇങ്ങനെ ആൾക്കാർ കൊണ്ടുപോകുന്നത് കണ്ട് എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കി. ഇപ്പോഴാണ് കാര്യം മനസ്സിലായാലും ഞാനത് വഴിയെ പറയാം. നമ്മളിപ്പം ഹുമയൂൺ ടോംബിൻ്റെ എൻട്രിയിലേക്ക് പോവുകയാണ്. പാസ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 40 രൂപയാണ് ഇതിനൊക്കെ എൻട്രി ഫീ എന്ന് പറയുന്നത്. ആക്ച്വലി ഹുമയൂൺ ടോംബ് എന്ന് പറയുന്നത് നമ്മുടെ നിസാമുദ്ദീൻ്റെ ഈസ്റ്റ് ജംഗ്ഷനിലായിട്ടാണ്. നിസാമുദ്ദീൻ ഈസ്റ്റിലാണ് ഹുമയൂൺ സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹുമയൂൺ ചക്രവർത്തി, എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ടൊക്കെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഹുമയൂൺ ചക്രവർത്തി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പത്നിയായ ബേഗ ബീഗം 1565 തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹസൂചകമായിട്ടാണ് ഈ ഒരു ഹുമയൂൺ ടോംബ് പണി കഴിപ്പിച്ചത്. അപ്പം നമ്മൾ അതാണ് ഇപ്പോൾ കാണാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ മുന്നിലോട്ടാണ് പോകുന്നത്. നമുക്കിപ്പം 2 എൻട്രിയാണ് നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് കയറാനായിട്ട് പോയത്. അപ്പോൾ ആദ്യത്തെ എൻട്രി തൊട്ട് മുന്നേ കണ്ടതാണ്. ഇത് 2ാമത്തെ എൻട്രിയാണ്.
എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കറക്റ്റ് ടോമ്പിലോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ളൊരു 2 സൈഡിലും ഫുള്ള് ഇതാ കണ്ടില്ലേ, മരവും സൈഡിലിങ്ങനെ ഗാർഡൻ ടോമ്പെന്ന് അതുകൊണ്ടായിരിക്കും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് എൻട്രി കയറുന്നതിന് മുന്നിട്ട് തന്നെ കുറേ ഫ്ലവേഴ്സ് ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ടോമ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്ന ഇതാണ്. നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് കയറി മോളിൽ പോകണം. ഇത് ഭയങ്കര പൊക്കത്തിലുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു ഏരിയ ഫുള്ളും കവർ ചെയ്ത് കാണുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ബ്രിക്ക് വന്നിട്ട് ഒരു റെഡ് കളർ ബ്രിക്കും അതുപോലെ തന്നെ വൈറ്റ് മാർബിളും കൂടെ വെച്ചിട്ടാണ് ഈ ഒരു ടോംബ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കേട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞെട്ടും. സോ അതൊരു പ്രത്യേക ഭംഗിയാണ്. ഓരോ ആംഗിളിൽ നിന്ന് നോക്കിയാലും അതൊരു പ്രത്യേക ഭംഗി അവിടെ നിന്ന് കാണാൻ. എനിക്കത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റണില്ല. ഇതിൻ്റെ എൻട്രി ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും ഇതിനുള്ളിലായിട്ടാണ് ചക്രവർത്തിയുടെ ശവകുടീരങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ഇതിൻ്റെ ഏത് ഏരിയ നോക്കിയാലും ഒരു ഹിസ്റ്ററി അവിടെ ഉണ്ട്. ഒരു ഹിസ്റ്റോറിക്കൽ ടച്ച് ആ ഒരു ഓരോ വോളിലും നമുക്കത് അറിയാനായിട്ട് പറ്റും. അവിടെ അവരതിനെക്കുറിച്ച് എഴുതിയും വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണത് കാണാനായിട്ട്. ഇങ്ങനെ കണ്ടു നിന്ന് പോകും, മുകളിലോട്ട് നോക്കി ഇങ്ങനെ കണ്ടു നിൽക്കാനായിട്ട് ഇങ്ങനെ തോന്നും. അത്ര ഭംഗിയാണത്. എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഫോറിനേഴ്സാണ്. നമ്മുടെ ഇന്ത്യൻസിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങളവിടെ കണ്ടിരുന്നത് ഫോറിനേഴ്സിനെയാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഗാർഡൻ ടോംബ് എന്നാണ് നമ്മുടെ ഈ ഒരു ടോംബിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇപ്പം നമുക്കറിയാം ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചൂട് സമയമാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഈവനിങ് ഒരു 6 മണി സമയത്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ചൂടില്ല. നമ്മൾ പിന്നെ ദാണ്ട് ഈ ഒരു ഗാർഡനിൽ വന്ന് കുറേ നേരം അവിടെ ഇരിക്കുകയാണ്. അപ്പം ഈ ഒരു ഡൽഹി ഡേയ്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എനിക്ക് ഈ ഒരു ഒറ്റ പാർട്ട് കൊണ്ട് തീരില്ല. സോ ഞാനിനി ഇതിൻ്റെ അടുത്ത പാർട്ട് 2 ആയിട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ അവർ പാർട്ട് 2. ബൈ.